ഏതോ ഒരു ഭ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് സൂര്യ അത് വിശ്വസിക്കരുത്. വിശ്വസിക്കണം. അയാൾ പറഞ്ഞേക്ക സത്യം. ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ രമേശ് നമ്പ്യാരല്ല, ബാബുവാണ്. സൂര്യ ആദ്യം പരിചയപ്പെട്ട ആ പഴയ ബാബു. ഐ ആം നോട്ട് റിച്ച് ബട്ട് ക്വാളിഫൈഡ്. ജീവിക്കാൻ വേണ്ടി കുറെ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഉള്ളുകൊണ്ട് പശ്ചാത്തപിക്കാറുണ്ട്, കണ്ണു നിറയാറുണ്ട്. ഇനി വയ്യ, ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. ഇതെല്ലാം ഞാൻ വിശ്വസിക്കാം. ഇനി എത്ര കള്ളങ്ങൾ എന്നോട് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചോളാം. പക്ഷേ ഡാഡി... ഒന്നുമില്ലാത്തൊരു ബിഗ് സീറോയ്ക്ക് മോളെ കെട്ടിച്ചു തരില്ല അല്ലേ? സൂര്യയുടെ മുമ്പിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ എന്നെ മറക്കണം, അല്ലെങ്കിൽ ഡാഡിയെ മറന്ന് എന്റെ കൂടെ വരണം. രണ്ടും എനിക്ക് വയ്യ. ഇനി എന്ത് ചെയ്യും? നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ചാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എല്ലാം അവസാനിപ്പിച്ചോട്ടെ. അപ്പൊ സൂര്യ എല്ലാം പറ്റൂ? അവസാനിപ്പിച്ചല്ലേ പറ്റൂ. മറ്റൊരു വഴിയില്ലേ? ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി മാത്രം. കാര്യം പറ. സൂര്യയുടെ ഡാഡി അവളെക്കാൾ ഏറെ സ്നേഹിക്കുന്നത് ഈ സ്വത്തും പണവുമാണ്. എല്ലാം സൂര്യയുടെ പേരില്ല. ഒരു നിമിഷം അതൊന്നും അയാളുടെതല്ലെന്നറിയുമ്പോൾ എങ്ങനെ? സൂര്യ സർവ്വ സ്വത്തും എന്റെ പേരിൽ എഴുതി വെക്കുന്നു. പിന്നെ അവളുടെ ഡാഡി ഈ കല്യാണത്തിന് പുഷ്പം പോലെ സമ്മതിക്കും. ഉഗ്രൻ ഐഡിയ. ബാബു, നമ്മുടെ വിവാഹത്തിന് ഡാഡി സമ്മതിക്കും, സമ്മതിച്ചേ പറ്റൂ. എങ്ങനെ? നോക്കി, എന്താ ഇത്? എന്റെ പേരിലുള്ള സർവ്വ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ബാബുച്ചായൻ ഇഷ്ടദാനം തന്നുകൊണ്ടുള്ള പ്രമാണം. എന്തിന്? സ്വത്ത് മുഴുവനും ബാബുച്ചായന്റെ പേരിലായാൽ പിന്നെ സൂര്യയുടെ ഡാഡി ഈ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കില്ലല്ലോ. വേണ്ട, സ്വത്ത് മോഹിച്ചല്ല ഞാൻ സൂര്യ സ്നേഹിച്ചത്. എനിക്കൊന്നും വേണ്ട, സൂര്യ മാത്രം മതി. എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ? അതാണ് എനിക്കറിയേണ്ടത്. ബാബുവിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകണം. ബാബുച്ചായൻ പറയും പോലെ ഒളിച്ചോടി പോരാൻ എനിക്കാവില്ല. സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് പാർട്ട്ണറാണ് ഞാൻ. പ്രേമം മൂത്ത് ഒളിച്ചോടി പോയി എന്ന് 4 പേര് അറിഞ്ഞാൽ വേണ്ട. തൽക്കാലം ഞാൻ പറയുന്ന കേൾക്ക്. ബാബുച്ചായ, സൂര്യ പറയുന്നതിലും കാര്യമുണ്ട്. സമ്മതിച്ചേക്ക്. നിങ്ങൾ എല്ലാം കൂടി നിർബന്ധിച്ചാ ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്കിലും ഒപ്പിട്ട് കൊടുക്ക. ഫയൽ എടുക്ക. എന്താ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. മോളിൽ കൺഗ്രാറ്റുലേഷൻ. ഇന്നു മുതൽ സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ബാബുച്ചായന്റെ കൈപ്പിടിയില്ല. എന്നാൽ ഇനി എംഡിയുടെ സീറ്റിൽ ഇരുന്നാട്ടെ. നിങ്ങൾ എല്ലാവരോടും നിർബന്ധിച്ചിട്ടാണ്. കൺഗ്രാറ്റുലേഷൻ. എന്തൊക്കെയാണോ ഞാനീ കേൾക്കുന്നത്? എല്ലാം പോയി മുതലാളി. ഒരു മറവിക്കാരൻ ഇനിയോടെ വേണ്ടാന്ന് പറഞ്ഞ് അവരെന്റെ റിട്ടയർമെന്റ് പേപ്പർ ഓഫീസിൽ ടൈപ്പ് ചെയ്യുക. എല്ലാം ഞാൻ അറിഞ്ഞു. എവിടെയാ അവള്? അകത്തുണ്ട്. എന്തൊക്കെയാ ഇവിടെ നടന്നത്? ആരായി ബാബു? നമ്മുടെ സ്വത്തുക്കളൊക്കെ എങ്ങനെ അയാളുടെ പേരിലായി? ഡാഡിക്ക് അറിയാവുന്ന, ഡാഡി തന്നെ എന്റെ ഭാവി വരനായി നിശ്ചയിച്ച രമേശ് നമ്പ്യാർ MBA തന്നെയാ ഈ ബാബു. ഡാഡി കരുതിയ പോലെ അയാൾ കോടീശ്വരനല്ല. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ആളാ. നീ എന്നെ ഫൂളാക്കുകയാണോ? ഒരിക്കലും അല്ല ഡാഡി. എനിക്കറിയാവുന്നതല്ലേ ഡാഡിയുടെ സ്വഭാവം. കോടീശ്വരനായ ഒരാളെ കൊണ്ടേ ഡാഡി എന്നെ കെട്ടിക്കൂ. ഇപ്പൊ എന്നെ കെട്ടാൻ പോകുന്ന ആള് കോടീശ്വരനായില്ലേ? മോളെ, സ്വത്തും പ്രമാണങ്ങളും ഒക്കെ തീരെഴുതി കൊടുക്കുന്നത് ഒരാളുടെ കാലശേഷമാണ്. അത് മക്കൾക്കായാലും മരുമക്കൾക്കായാലും ഭർത്താവിനായാലും കാമുകനായാലും. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് ഞാനാണ്. പക്ഷേ നാളൊരു കാലത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. മോളെ, നീ ചെറുപ്പമാണ്, കുട്ടിത്തം മാറാത്ത പെണ്ണ്. ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. എനിക്ക് ആകെ പേടിയാവുന്നു. എന്തിന്? എനിക്ക് ഒരു പേടിയില്ല. ഡാഡി ഞങ്ങളുടെ വിവാഹം ഉടനെ നടത്തുമല്ലോ. ശങ്കർജിയോ? ഏത് ശങ്കർജി? ഓ യെസ്, പഴയ സൂര്യ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശങ്കരൻ നായർ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? എങ്കി വരാൻ പറ. ഇരിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹമായി ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. ആ സ്ഥിതിക്ക് നീ രമേശ് നമ്പ്യാരല്ലെങ്കിലും MBA-കാരനല്ലെങ്കിലും ഞാൻ നടത്തി തരുമായിരുന്നല്ലോ.
വിവാഹം. മനസ്സിലായില്ല. എന്തിനാ മോനെ അതിബുദ്ധി കാണിച്ച് ആ സ്വത്തുക്കളൊക്കെ ഇവളോട് എഴുതി വാങ്ങിയത്? എത്രയും പെട്ടെന്ന് അതങ്ങ് തിരിച്ചെഴുതി കൊടുത്തേക്ക്. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ പെണ്ണെന്താ പുറകിൽ നിന്ന് കൈകറിയെല്ലാം കാണിക്കും? സോറി മിസ്റ്റർ ശങ്കർ, ഇപ്പോൾ ഞാനൊരു കോടീശ്വരനാണ്. എന്റെ അതേ നിലയും വിലയുമുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ. എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ എനിക്ക് തരാൻ? നിങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവും ഉപയോഗിക്കുന്ന കാറും എല്ലാം എന്റേതാണ്. മോളെ, ഇവൻ നിന്നെ വഞ്ചിക്കുകയായിരുന്നു. ബാബു, നിങ്ങളെ സ്നേഹിച്ചു എന്ന് തെറ്റ് ഞാൻ ചെയ്തുള്ളൂ. അതെന്റെ തെറ്റല്ല. എന്നെ പോലൊരു സുമുഖനെ ആരും സ്നേഹിച്ചു ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നു പറഞ്ഞിരുന്നു. ഓ, ഓർക്കുന്നു. ഒരു വിഡ്ഢി ദിനത്തിൽ നിന്നെ വെറുതെ കളിയാക്കാനായിട്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണോ? പ്ലീസ്, ഞാൻ കുറച്ച് ബിസിയാണ്. സൂര്യ ഗ്രൂപ്പ് ശങ്കർജിയെ നിനക്കറിയില്ല. സൂര്യ ഗ്രൂപ്പ് അതൊരു പഴങ്കഥ. ഇതിപ്പോ ബാബു ഗ്രൂപ്പ്. പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും കോടികളുടെ സ്വത്തിന് കള്ളക്കൊയ്ത്ത് നടത്തിയ ആ പഴയ ഊളംകുഴിയിൽ ശങ്കർ നായർ ഇന്നത്തെ ശങ്കർജിയായ കഥ ആരും പറയാതെ തന്നെ എനിക്കറിയാം. 7 ദിവസം സമയം തരുന്നു. കൂടും കുടുക്കയും എടുത്ത് മോളെയും വിളിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പൊയ്ക്കോണം. അല്ലെങ്കിൽ എനിക്ക് ഒഴിപ്പിക്കേണ്ടി വരും. പുറത്തേക്കുള്ള വഴി അതാണ്. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ? മതി, മണ്ടത്തരം കാണിച്ചിട്ട് മോങ്ങണ്ട. എടാ, ശങ്കർജിയെ പറ്റിച്ചെല്ലാം കൈക്കലാക്കിയെന്ന് അഹങ്കരിക്കണ്ട. തിരിച്ചു വരും ഞാൻ. സൂക്ഷിച്ചോ. വാ മോളെ. കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾക്ക് എന്നും കൂട്ടുന്നിട്ടുള്ളവരാ ഞങ്ങള്. ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യാറുണ്ടെന്ന് ഞങ്ങൾ കരുതിയില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ബാബുച്ചായൻ, അതായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇതുവരെയുള്ള ധാരണ. പക്ഷെ നിങ്ങൾ ഹൃദയമില്ലാത്തവനാണെന്നും ക്രിമിനലാണെന്നും ഇപ്പൊ മനസ്സിലായി. ജീവനെ പോലെ നിങ്ങളെ സ്നേഹിച്ച് അവൾക്കുള്ള നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവച്ച ആ പെൺകുട്ടിയെ ഒരിക്കലും ചതിക്കരുത്. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം കാണില്ല. ഈ നേടിയതിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണ്ട. ചതിയനാ നിങ്ങള്. ഇനി നിങ്ങളോടൊപ്പം നിന്നാ ഞങ്ങളെയും ചതിക്കും. ആടാ, നിൽക്ക്. അത്ര പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാനിപ്പോ ചെയ്തതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചതിയാണല്ലേ? എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നെ വിട്ടു പോകണോ വേണ്ടയോ. എന്റെ അച്ഛൻ ആദിനാരായണൻ തമ്പിയുടെ വിശ്വസ്ത കാര്യസ്ഥനായിരുന്നു ഊളംകുഴിയിൽ ശങ്കരൻ നായരെന്ന ഇന്നത്തെ ശങ്കർജി. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ അമ്മ മരിച്ചു. ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്ന എന്റെ അച്ഛൻ മരണം മുൻകൂട്ടി കണ്ട് സർവ്വ സ്വത്തുക്കളും നോക്കി നടത്താൻ കാര്യസ്ഥൻ ശങ്കരൻ നായർക്ക് മുക്തിയാർ പവർ ഓഫ് അറ്റോണി എഴുതി കൊടുത്തു. ഞാൻ പ്രായപൂർത്തിയായാൽ എല്ലാം എന്റെ പേരിലേക്ക് മാറ്റണമെന്നായിരുന്നു വ്യവസ്ഥ. അച്ഛന്റെ മരണശേഷം അയാൾ എന്നെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു. ആദിനാരായണൻ തമ്പിക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് കാണിച്ച് എല്ലാ സ്വത്തുക്കളും പിൽക്കാലത്ത് അയാൾ സൂര്യയുടെ പേരിലാക്കി. പിന്നെ ഞാൻ ആ മനുഷ്യനെ കാണുന്നത് അന്ന് ഹൈവേ റിസോർട്ടിൽ വെച്ചാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ശങ്കരൻ നായരെ എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് അയാളെ മറക്കാൻ കഴിയില്ലല്ലോ. അയാളുടെ മകളാണ് സൂര്യ എന്നറിഞ്ഞ നിമിഷം ഞാൻ എന്റെ തീരുമാനം മാറ്റി. ഒരിക്കൽ സൂര്യയുടെ പ്രേമാഭ്യർത്ഥന നിരസിച്ച ഞാൻ അവളെ വീഴ്ത്താൻ തീരുമാനിച്ചു. ചതിയിലൂടെ അയാൾ നേടിയെടുത്ത എന്റെ സ്വത്തുക്കൾ മുഴുവൻ മറ്റൊരു ചതിയിലൂടെ ഞാൻ നേടിയെടുത്തു. ആദിനാരായണൻ തമ്പിയുടെ മകൻ ബാബു നാരായണൻ തമ്പിയായി പിറന്ന് പിന്നീട് നിങ്ങളുടെയൊക്കെ ബാബുച്ചായനായി മാറിയ ഈ ഞാൻ ചെയ്തത് ചതിയാണെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണ്ട, പോകാം. ഏകമകൾ സൂര്യാശങ്കറിന്റെ പേരിൽ പ്രമാണം ചമച്ച് സത്യങ്ങളെല്ലാം മൂടി വെക്കാമെന്ന് കരുതിയല്ലേ? ശങ്കർജി, നിങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കും. കൂട്ടിയും കുറച്ചും വെട്ടിയും തിരുത്തിയും പുത്തൻ പേപ്പറിൽ എഴുതി വെക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഉയരത്തിലെത്തില്ലായിരുന്നല്ലോ. ഒരുപാട് ഉയരത്തിന്ന് വീഴുമ്പോഴേ വീഴ്ചയുടെ വേദന അറിയും. വീഴാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും കയറിപ്പറ്റിയത്. എടാ കൊച്ചനെ, ഈ ഊളംകുഴി ശങ്കരൻ നായരുടെ ഏകമകൾ സൂര്യയാണ് നിനക്കിതെല്ലാം എഴുതി തന്നത്. പക്ഷേ ഒരു നയാ പൈസ പോലും കയ്യിലില്ലാത്ത ഒരു പാവം പെണ്ണിന്റെ ഇഷ്ടദാനത്തിന് എന്ത് വിലയുണ്ടടാ. ഈ കാണുന്ന സർവ്വ സ്വത്തിന്റെയും ഏക അവകാശി മരിച്ചുപോയ ആദിനാരായണൻ തമ്പിയാണ്. അത് നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോണി മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. ആദിനാരായണൻ തമ്പിക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് കാണിച്ച് ഞാനുണ്ടാക്കിയ കള്ളപ്രമാണമാണിത്.
ഇനി എല്ലാ സ്വത്തിന്റെ അവകാശി അയാളുടെ മകൻ ബാബു നാരായണൻ തമ്പി മാത്രമാണ്. ഞാൻ കൊണ്ടുവരും ആദിനാരായണൻ തമ്പിയുടെ മകനെ, ഇതിന്റെ യഥാർത്ഥ അവകാശിയെ. നിന്റെ ഡാഡി പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഈ കാണുന്നതെല്ലാം ഏതോ ഒരു ആദിനാരായണൻ തമ്പിയെ ചതിച്ചു കൊണ്ടുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാനാണ് 30 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ അനാഥാലയം അഞ്ചു പോകുന്നു. ഐ എം ഹാപ്പി. ഇപ്പോഴെങ്കിലും ശങ്കരൻ നായർക്ക് എന്നെ അന്വേഷിക്കാൻ തോന്നിയത്. അതെ, ബാബു. ബാബു നാരായണൻ തമ്പി, ആദിനാരായണൻ തമ്പിയുടെ മകൻ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടിയാ നിന്റെ അച്ഛനും ചേട്ടനും കൂടി ഈ കാണുന്ന പുലിവാലുകൾ മുഴുവൻ സൃഷ്ടിച്ചത്. ഇപ്പൊ എല്ലാം അവന്റെ കാൽക്കീഴിലായി. ഇവിടെ മൊത്തം കള്ളന്മാരാ. എനിക്ക് പറ്റിയ സ്ഥലമേ അല്ല, മനസ്സിലായോ? ആ കൂട്ടത്തിലെങ്ങാനും ചെന്നുപെട്ടാൽ ഒരു ജെന്റിൽമാനായ ഞാൻ നിന്നെയും പിരിഞ്ഞ് ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം, എന്നിട്ട് ഡൽഹിയിൽ പൊങ്ങാം. ഓക്കെ, എന്ത് പറ്റി? എന്തും പറ്റാം. ഒറിജിനൽ ആലിബാബയും കൂട്ടിക്കൊണ്ട് നിന്റെ അമ്മാവൻ ശങ്കർജി വന്നിട്ടുണ്ട്. അയാളെങ്ങാനും കണ്ട പിന്നെ എന്റെ 16 അടിയന്തരത്തിനുള്ള ഒരുക്കങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ മതി. അതൊന്നും പേടിക്കണ്ട. ഡെഡ് ബോഡി നമുക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കാം. പിള്ളേർ പഠിക്കട്ടെ. റെയർ സ്പീഷീസ് അല്ലേ. എന്തായി കാണിക്കുന്നത്? എനിക്ക് വിളിക്കൊരു സ്ഥലം പറഞ്ഞു. അത്രേ ഉള്ളൂ. ഈ ഫ്രിഡ്ജിനകത്തോട്ട് കയറി വിളിച്ചോ. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കോമഡി പറയല്ലേ. എന്തായാലും അയാൾ നിന്നെ കൊല്ലും. പക്ഷെ മരണവെപ്രാളത്തിൽ കിടന്ന് നീ പെടുമ്പോഴും എന്നെ കാണിച്ചു കൊടുക്കല്ലേ. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നോക്കിയേട്ടെ. ഇതാണ് ആദിനാരായണൻ തമ്പിയുടെ മകൻ ബാബു നാരായണൻ തമ്പി. അപ്പോ ഇനി ഞാൻ ഇയാളെ കുറിച്ച് കൂടുതലൊന്നും വിവരിക്കണ്ടല്ലോ. നീ എനിക്ക് 7 ദിവസത്തെ സമയമല്ലേ തന്നത്. പക്ഷേ ഞാൻ നിനക്ക് 1 മണിക്കൂറേ തരുന്നുള്ളൂ എല്ലാം തിരിച്ചെഴുതി തരാൻ. ഓക്കെ? और पूरा पत्र में साइन करो. तब तक तुझे कुछ नहीं करूंगा. ഓക്കെ, എല്ലാ പേപ്പറും സാറ് പറഞ്ഞ പോലെ സൈൻ ചെയ്ത് തരാം. മോളിന്ന് പേപ്പർ എടുത്തോണ്ട് വരാം. പോയിട്ടോ പോയിട്ടോ. जा जा जल्दी.